റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 26ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ കോളത്തിനെ കുറിച്ചിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കോളം എങ്ങനെയാണ് റീസൈസിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന കോളത്തിലെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ, മെറ്റീരിയലോ കളറോ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു സിറ്റൗട്ടിലുള്ള ഈ ഒരു കോളം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അത് ഞാൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. അതിന് മുന്നേട്ട് നമുക്ക് ഇത് 3D നോക്കാം, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കളർ പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ പാറ്റേൺ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വ്യൂവിൽ 3D എടുക്കണം. 3D എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവും ഏതാണ് കളർ പാറ്റേൺ എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിലിപ്പം ഇവിടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഔട്ട് സൈഡിലായി സിറ്റ് ഔട്ടിൽ വരുന്ന പില്ലറിൻ്റെ അല്ലെങ്കിൽ കോളത്തിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ചാണ്. ആ ഒരു വര വന്നിരിക്കുന്നത് ഓറഞ്ച് കളറിലാണ്. ഓക്കെ, ഇതിനെ പല രീതിയിൽ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ കാണുന്നത് ഈ ഹൈഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൂടെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് കാണുന്നത്. നമുക്കിതിനെ ഷെയ്ഡഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഷെയ്ഡഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് മാറും. അതായത് ഷെയ്ഡഡിൽ ഒരു കളർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു ലൈറ്റ് കളർ, ഷെയ്ഡഡ് പോലുള്ള ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇവിടെ റിയലിസ്റ്റിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റിയലിസ്റ്റിക് കൊടുക്കപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെറ്റീരിയലും കളറും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ റിയലിസ്റ്റിക് കൊടുത്തു. ഈ റിയലിസ്റ്റിക് കൊടുക്കപ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് ഒരു മെറ്റീരിയൽ എന്താണ്, അതുപോലെ തന്നെ എന്താണ് കളർ എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതൊരു കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്, കോൺക്രീറ്റ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് ഇതിൽ കളർ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പാറ്റേൺ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു പില്ലർ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോളം സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു കോളം സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നു. എഡിറ്റ് ടൈപ്പിലേക്ക് വന്നതിന് ശേഷം ഇവിടെ മെറ്റീരിയൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മെറ്റീരിയൽ സെലക്ട് ചെയ്തു. മെറ്റീരിയൽ സെലക്ട് ചെയ്തപ്പോഴേക്കും നമുക്കിവിടെ ഗ്രാഫിക്സിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് കളർ. ഈ കളർ ചേഞ്ച് ചെയ്യപ്പോഴാണ് നമുക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്, ഇവിടെ വന്നിട്ട് നോക്കാം. ഓക്കെ, ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ വരുന്ന കളർ നമ്മൾ അവിടെ ചേഞ്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള. നമ്മുടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോകാം. എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. മെറ്റീരിയൽ സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ അൺടിക്ക് ചെയ്യണം. അൺടിക്ക് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു യെല്ലോ കൊടുത്തു. ഓക്കെ കൊടുത്തു, അപ്ലൈ. ഓക്കെ, ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു കളർ, അതായത് ഷെയ്ഡിലുള്ള കളർ, ഷെയ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ കാണിക്കുന്ന ഈ ഒരു കളർ ചേഞ്ച് ആവും. എന്നാൽ ഇവിടെ ഹൈഡ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു കളർ പോയി എന്താണോ പാറ്റേൺ ഉള്ളത് ആ പാറ്റേൺ മാത്രം ഇവിടെ കാണിച്ചു തരും. ഞാൻ വീണ്ടും എഡിറ്റ് ടൈപ്പിലേക്ക് പോവുകയാണ്. എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ മെറ്റീരിയൽ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, മെറ്റീരിയൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ആ പാറ്റേൺ കാണിക്കുന്നത്, നമ്മൾ ഹൈഡ് ലൈനിൽ കാണിക്കുന്ന ആ പാറ്റേൺ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം സെലക്ട് ആയി കിടക്കുന്ന പാറ്റേൺ ആണ് ഇത്. ഞാനിപ്പോൾ ഈ ഒരു പാറ്റേൺ, അതായത് ഈ സ്ക്വയർ എന്നുള്ള പാറ്റേൺ മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ എടുത്തു. അതിനുശേഷം ഈ ഒരു കളർ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കളർ മാറ്റിയിട്ട് ഞാൻ ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. പാറ്റേണും ചേഞ്ചായി, ആ പാറ്റേണിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷെയ്ഡിലേക്ക് പോയി കഴിഞ്ഞാൽ, ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ആ ഒരു പാറ്റേൺ ഇവിടെ കാണിച്ചു തരും. ആ പാറ്റേണിനകത്തുള്ള കളറും കാണിച്ചു തരും, അതുപോലെ തന്നെ അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ഒരു കളറും കാണിച്ചു തരും. ഇത് റിയലിസ്റ്റിക് അല്ല, ഇത് നമുക്ക് ജസ്റ്റ് ഗ്രാഫിക്സിനകത്ത് കാണിച്ചു തരുന്ന ഒരു കളർ പാറ്റേൺ ആണ്. ഓക്കെ, റിയലിസ്റ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് ഈ റിയലിസ്റ്റിക്കിൻ്റെ ഈ ഒരു മെറ്റീരിയൽ എങ്ങനെ മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എഡിറ്റ് ടൈപ്പിൽ തന്നെ പോകണം. അതിൽ മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയൽ സെലക്ട് ചെയ്തതിനു ശേഷം ഈ റിയലിസ്റ്റിക്കിൻ്റെ, അതായത് അപ്പിയറൻസ് എന്താണ് കാണിക്കുന്നത്, റിയൽ ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള ഈ അപ്പിയറൻസിനകത്താണ് വരുന്നത്. ഓക്കെ, ഈ അപ്പിയറൻസിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് റിയലിസ്റ്റിക്കിനകത്ത് കൃത്യമായിട്ട് കാണിച്ചിരുന്നത് ഏത് മെറ്റീരിയലാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്. അത് നമുക്കിപ്പം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഏതെങ്കിലും ഒരു വോളിന്ന് ഒരു കമാൻഡ് കൊടുക്കുകയാണ്. വോളിന്നൊരു കമാൻഡ് കൊടുത്തു. കമാൻഡ് കൊടുത്തതിന് ശേഷം ഈ സെറാമിക് ടൈൽ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു. ഈ ഒരു മെറ്റീരിയലാണ് അവിടെ കൊടുക്കാൻ പോണത്. ഓക്കെ, അതിൻ്റെ കളർ പാറ്റേൺ ആണ്. ഓക്കെ കൊടുത്തു, അപ്ലൈ എടുത്തു, ഓക്കെ കൊടുത്തു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു
ഇതിൽ കൂടെ കാണിച്ചു തരും. ഓക്കെ, അപ്പിയറൻസിനകത്ത് കൊടുക്കപ്പോഴാണ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ ഈ ഒരു പാറ്റേൺ, ഷെയ്ഡറിൻ്റെ പാറ്റേണും കളറും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എഡിറ്റ് ടൈപ്പിനകത്ത് വന്നതിന് ശേഷം ഇവിടെ മെറ്റീരിയൽ എടുക്കാം. മെറ്റീരിയലിനകത്ത് നമുക്ക് ഇവിടെ ഈ അപ്പിയറൻസിൻ്റെ അകത്തുള്ള ഈ മെറ്റീരിയൽ നമ്മളിവിടെ ചേഞ്ച് ചെയ്തു. അതായത് സിറാമിക് ടൈലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സിനകത്തുള്ള സെറ്റിങ്സ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് ഇവിടെ വന്നേക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു പാറ്റേൺ എല്ലാം മാറത്തുള്ളൂ, അതുപോലെ തന്നെ കളർ ചേഞ്ച് ആകത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്കിതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ അപ്പിയറൻസിനകത്ത് കൊടുക്കുന്ന എന്താണോ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിൻ്റെ കളറ് ഇപ്പം ഈ ഒരു കളറാണ്, ഈ ഒരു കളറിന് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കളറായിരിക്കണം ഈ ഗ്രാഫിക്സിനകത്ത് ഇവിടെ വരേണ്ടത്. അപ്പോൾ അത് അങ്ങനെ വരണമെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. ടിക്ക് മാർക്ക് കൊടുത്താൽ മാത്രമേ ഈ അപ്പിയറൻസിനകത്തുള്ള കളർ മാച്ച് ചെയ്തുകൊണ്ടൊരു കളർ ഈ ഒരു ഗ്രാഫിക്സിനകത്ത് വരത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് സാറിന് ചെയ്യുന്നത്. നമുക്ക് എടുത്ത് അപ്ലൈ കൊടുത്തു, ഇവിടെ ഓക്കെ എടുക്കുമ്പോൾ കണ്ടോ ഇവിടെ ഈ ഒരു കോളത്തിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഷെയ്ഡിൽ. നമുക്ക് റിയലിസ്റ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു കളറിന് കണക്കാക്കിയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഈ ഷെയ്ഡിലേക്കും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോളത്തിൻ്റെയും എഡിറ്റ് ടൈപ്പിലേക്ക് പോയിട്ട് ഈ മെറ്റീരിയൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇങ്ങോട്ട് വന്ന ശേഷം ഇവിടെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇപ്പം ഇവിടെ ഈ അപ്പിയറൻസിനകത്ത് ഇപ്പം നമുക്ക് എങ്കിലും ഒരു അലൂമിനിയം എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അലൂമിനിയം കൊടുത്തു. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഗ്രാഫിക്സിനകത്തോടെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്രാഫിക്സിനകത്ത് ഇതൊരു ടിക്ക് കൊടുത്തു. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ പാറ്റേൺ, നമുക്കൊരു പാറ്റേൺ കൊടുക്കാം. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഈ കളർ കൂടെ ഒന്ന് ചേഞ്ച് കൊടുക്കാം. ഈ ഒരു കളർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഞാൻ ഈ ഒരു കോളത്തിൻ്റെ എഡിറ്റ് ടൈപ്പിലേക്കാണ് പോയത്. പക്ഷേ ഇവിടെ എല്ലാത്തിനും ഈ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ റിയലിസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ കണ്ടോ സെയിം കളർ, ഒരു അലൂമിനിയത്തിൻ്റെ കളർ എല്ലാത്തിലും വന്നിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിൻ്റെ ടൈപ്പ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാം. നമുക്ക് നോക്കാം, ഈ 200x600 mm ടൈപ്പിൽ പെടുന്ന കോളം തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മറ്റെല്ലാത്തിലും ഈ ഒരു ടൈപ്പിൽ പെടുന്ന എല്ലാത്തിലും ആ ഒരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരെണ്ണത്തിൽ ഡിഫറൻസ് സൈസോ എന്തെങ്കിലും വരണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ പാറ്റേൺ കൊടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. പിന്നെ ഓരോന്നിനും ഓരോ കളർ പാറ്റേൺ ആണ് കൊടുക്കേണ്ടെങ്കിൽ ഇതിന് ഓരോന്നിനും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളർ പാറ്റേൺ ആയിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡിറ്റ് ടൈപ്പിനകത്ത് മെറ്റീരിയലിനുള്ളിൽ ഇവിടെ കട്ട് പാറ്റേൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതായത് ഒരു മെറ്റീരിയലിനെ നമ്മൾ രണ്ടായിട്ട് പിളർന്നതിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ സെക്ഷൻ എങ്ങനെ ഇരിക്കണം എന്നാണ് ആ കട്ട് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പില്ലറിനെ, ഓക്കെ, ഈ ഒരു കോളത്തിനെ നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെക്ഷൻ യൂസ് ചെയ്യാണ്. ഓക്കെ, ഇതിനെ കട്ട് ചെയ്യുകയല്ല, അങ്ങനെ കട്ട് ചെയ്തൊരു വ്യൂ കാണിച്ചു തരികയാണ്. ഓക്കെ, ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പില്ലറിൻ്റെ ഉൾ സൈഡ് എങ്ങനെ ഇരിക്കണം എന്നാണ് കട്ട് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു പില്ലറിനെ ഇങ്ങനെ നെടുവേ കട്ട് ചെയ്യുമ്പം അതിനകത്ത് ഈ ഒരു പാറ്റേൺ, ഈ ഒരു പില്ലറിന് ഈ ഒരു കട്ട് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കട്ട് പാറ്റേൺ ആണ് നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ടൈപ്പിലേക്ക് പോകാം. എഡിറ്റ് ടൈപ്പിലേക്ക് പോയ ശേഷം ഇവിടെ മെറ്റീരിയൽ എടുക്കാം. മെറ്റീരിയൽ എടുത്ത ശേഷം ഇവിടെ കട്ട് പാറ്റേണിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ കിടക്കുന്ന ഒരു പാറ്റേൺ ഇതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. ഓക്കെ, അത് ഇവിടെ ഓക്കെ കൊടുക്കും. അതിനുശേഷം ഈ ഒരു കളർ കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്ത് അപ്ലൈ എടുത്ത് ഓക്കെ എടുക്കും. ഇവിടെ നോക്കുമ്പം ആ ഒരു കട്ട് പാറ്റേൺ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പില്ലറിനല്ല ഈ ഒരു കട്ട് പാറ്റേൺ കൊടുക്കാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട്, ഒരു വർക്ക് ചെയ്യുമ്പം ഒരു റെഫറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പാറ്റേൺ കൊടുത്ത് നമുക്ക് ഇതിനെ കണ്ടീഷൻ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോളത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ.